ഹലോ എവരിവൺ. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കമാൻഡിൻ്റെ IO സ്ട്രീംസിനെ കുറിച്ചാണ്, അഥവാ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീംസിനെ കുറിച്ചാണ്. സോ നമ്മൾ പ്രീവിയസ് സെക്ഷൻസിൽ ബേസിക് കമാൻഡ്സ് കണ്ടു, പിന്നെ ഫയൽ സിസ്റ്റംസ് കണ്ടു, നമ്മൾ കമാൻഡ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു, പിന്നെ നമ്മുടെ മാനുവൽ പേജസ് എങ്ങനെ ആക്സസ് ചെയ്യണം, അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ കമാൻഡുകൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത്, അതായത് നമ്മുടെ ടെർമിനലിൽ നമ്മൾ കമാൻഡ് എൻ്റർ അടിക്കുന്നു, നമ്മൾ ആ കമാൻഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നു, കമാൻഡ് എൻ്റർ ചെയ്യുന്നു, കമാൻഡിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുന്നു, അതിൻ്റെ ഇൻപുട്ട്സ് കൊടുക്കുന്നു, കമാൻഡിൽ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, സോ ഒരു റിയൽ വർക്കിംഗ് എൻവയറമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു റിയൽ IT ലിനക്സ് എൻവയറമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾ ഇങ്ങനെ ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് വേറൊരു കമാൻഡിൻ്റെ ഇൻപുട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിനെയാണ് ബേസിക്കലി പൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പൈപ്പിങ്ങിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പൈപ്പിംഗ് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കമാൻഡിൻ്റെ ഡാറ്റ സ്ട്രീംസ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്, അഥവാ IO സ്ട്രീംസ്. ഓക്കെ, അപ്പോൾ കമാൻഡിന് ബേസിക്കലി 3 ഡാറ്റ സ്ട്രീംസ് ആണുള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് എറർ. ഓക്കെ, ഇത് ഈ വൈറ്റ് ആരോയിൽ കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഡാറ്റ സ്ട്രീംസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യെല്ലോയിൽ കാണിച്ചിരിക്കുന്ന ബേസിക്കലി നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ്, അഥവാ ഓപ്ഷൻസ്. ഈ ഓപ്ഷൻസ് ബേസിക്കലി കമാൻഡുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, അത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ വൈറ്റ് ആരോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സ്റ്റാൻഡേർഡ് എറർ, ഇതെല്ലാം ഡാറ്റ സ്ട്രീംസ് ആണ്. ഇതിൽ ഇൻപുട്ട് ഡാറ്റ സ്ട്രീമാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഡാറ്റ സ്ട്രീമിലുള്ളതാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും സ്റ്റാൻഡേർഡ് എററും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കമാൻഡ് എൻ്റർ ചെയ്തു, കമാൻഡ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടും, അതാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി അഥവാ കമാൻഡ് പ്രോപ്പറായിട്ട് റൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഔട്ട്പുട്ട് ഡാറ്റ സ്ട്രീമിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എറർ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്റ്റാൻഡേർഡ് എററായിട്ട് രണ്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡാറ്റ സ്ട്രീംസ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, അതായത് ഈ ഡാറ്റ എവിടെ നിന്ന് വരുന്നു, കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡാറ്റ സ്ട്രീംസ് മോഡിഫയബിൾ ആണ്. പക്ഷേ കമാൻഡ് ഓപ്ഷൻസ് മോഡിഫയബിൾ അല്ല, കാരണം അതൊരു കമാൻഡുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻസ് പോലെയാണ് ഈ കമാൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കമാൻഡ് ലൈനിലേക്ക് പോകാം. നമ്മുടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻപുട്ട് സ്ട്രീംസ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന കമാൻഡ് ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്, ഡേറ്റ്. ഓക്കെ, നിങ്ങൾ ബേസിക് കമാൻഡ്സിൽ കമാൻഡ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഞാൻ റൺ ചെയ്തു. അപ്പോൾ എനിക്ക് കറണ്ട് ഡേറ്റ് ടൈം ഗ്രീൻവിച്ച് മീൻ ടൈമിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഈ കാണിക്കുന്ന ഔട്ട്പുട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ടെർമിനലിൽ തന്നെ കാണാൻ പറ്റിയത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഉപയോഗിക്കുന്ന ഈ ഷെൽ വിൻഡോ അല്ലെങ്കിൽ ഈ ടെർമിനൽ വിൻഡോയിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ബൈ ഡീഫോൾട്ട് നിങ്ങളുടെ കമാൻഡ്സിൻ്റെ എല്ലാം ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഡാറ്റ സ്ട്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെർമിനലാണ്. ഓക്കെ, അതായത് ബൈ ഡീഫോൾട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന നിങ്ങളുടെ ഔട്ട്പുട്ട് സ്ട്രീം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെർമിനൽ വിൻഡോയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കമാൻഡ് ഉപയോഗിക്കാം. നമ്മൾ കാൽ എന്ന് പറയുന്ന കമാൻഡ് ഓൾറെഡി കണ്ടു. അപ്പോൾ കാൽ എന്ന് പറയുന്ന കമാൻഡ് ഞാൻ ഇൻപുട്ടൊന്നും കൊടുക്കാതെ, ഇൻപുട്ടോ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു മാസത്തെ കലണ്ടർ കിട്ടും. ഞാനിപ്പോൾ 1/2025 ഇപ്പോൾ ജനുവരിയിലെ കലണ്ടർ ഞാൻ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 1/2025 എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ട്സ് ആണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് അല്ല, ഓപ്ഷൻ ആയിരുന്നെങ്കിൽ അവിടെ ഡാഷ് ഉണ്ടാവും അല്ലേ. അപ്പം 1/2025 എന്ന് പറയുന്ന ഈ രണ്ടും ഇൻപുട്ട്സ് ആണ്. അപ്പോൾ ഈ ഇൻപുട്ട്സ് നമ്മുടെ ഷെല്ലിന് എങ്ങനെ മനസ്സിലായി, ഇത് നമ്മൾ ഷെല്ലിൽ നിന്ന് സ്വീകരിക്കണമെന്നുള്ളത് ഷെല്ലിന് എങ്ങനെ മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമാൻഡ് കൂടെ നമുക്ക് നോക്കാം. അതായത് എന്താണ് ഈ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ്, ക്യാറ്റ്. ഓക്കെ, അപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ബേസിക്കലി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫയൽ ക്യാറ്റ് സ്പേസ് ഒരു ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെല്ലിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഷെല്ല് അല്ലെങ്കിൽ നിങ്ങളുടെ ടെർമിനൽ വിൻഡോയിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, നിങ്ങളുടെ ഫയലിൽ നിങ്ങൾ അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ക്യാറ്റ് സ്പേസ് ആ ഫയലിൻ്റെ പാത്ത് അല്ലെങ്കിൽ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ആ ഫയലിനകത്തുള്ള നിങ്ങളുടെ അഡ്രസ്സ് ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതാണ് ബേസിക്കലി ക്യാറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല നമ്മളൊരു കമാൻഡ് മനസ്സിലാക്കേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അതായത് നമ്മൾ മാനുവൽ പേജസ് റീഡ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു യൂസർ കമാൻഡാണെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാൻ സ്പേസ് കെ അല്ലെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് ക്യാറ്റ് എന്ന് പറഞ്ഞ ടേം സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആ സെർച്ച് റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്യാറ്റ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ആൾറെഡി അറിയാതെ യൂസർ കമാൻഡാണ്, അപ്പോൾ സെക്ഷൻ 1 വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ
മാൻ സ്പേസ് ക്യാറ്റ് എന്ന് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ക്യാറ്റിൻ്റെ മാൻ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്യാറ്റിൻ്റെ സിനോപ്സിസ് ആയി കഴിഞ്ഞാൽ എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. മൾട്ടിപ്പിൾ ഇൻപുട്സും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അത് സ്വീകരിക്കും. ബട്ട് എല്ലാം സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത് ഇൻപുട്ടും ഓപ്ഷൻസും ഇൻപുട്ടും ഇല്ലാതെ അത് വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ, നിങ്ങൾ കൺകാൻഡിഡേറ്റ് ഫയൽസ് ടു എ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അതായത് നിങ്ങളുടെ ഒരു ഫയലിൻ്റെ കണ്ടൻസ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ബൈ ഡീഫോൾട്ട് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ടെർമിനൽ സെഷൻ തന്നെയാണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഫയലിൻ്റെ കണ്ടൻസ് എടുത്ത് ടെർമിനലിലേക്ക് തന്നെ എടുത്ത് വയ്ക്കുക. ടെർമിനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് എടുത്ത് വയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ലൈൻ ഉണ്ടോ, വിത്ത് നോ ഫയൽ ഓർ വെൻ ഫയൽ ഈസ് എം ടി. ഈ ഡാഷ് എന്ന് പറയുന്നത് എം ടി ആണ്. റീഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട്. ഓക്കെ, അതായത് നിങ്ങളൊരു ഫയലോ ഒരു ഇൻപുട്ടോ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ബിഗിനറിന് ഇത് വായിക്കാൻ മനസ്സിലായി കാണത്തില്ല. നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി ക്യൂ അടിക്കുകയാണ്. ക്വിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് ടെർമിനലിലേക്ക് പോയി കൺട്രോൾ എല്ലാം അടിച്ച് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഞാൻ ഇൻപുട്ടോ ഒരു ഇൻപുട്ടും കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കമാൻഡ് നമ്മുടെ ഈ ടെർമിനൽ വിൻഡോ അല്ലെങ്കിൽ ഷെൽ വിൻഡോ ഹാങ് ആയി നിൽക്കുന്നത് ഇത് കാണാൻ പറ്റും. ശരിക്കും ഇത് ഒരു എററോ പ്രശ്നമൊന്നുമല്ല. ബേസിക്കലി അത് സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് ഒരു ഇൻപുട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ബൈ ഡീഫോൾട്ട് നമ്മുടെ ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കീബോർഡിൽ നിന്നാണ്. അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ബൈ ഡീഫോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കീബോർഡിൽ നിന്നാണ്. അപ്പം ബേസിക്കലി അത് കീബോർഡിൽ നിന്ന് ഇൻപുട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ കൊടുക്കാം, ടസ്കി ട്യൂട്ടോസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുമ്പോഴത്തേക്കും അത് തന്നെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, അതായത് എന്ത് കണ്ടൻറ്റാണ് ക്യാറ്റിലേക്ക് കൊടുക്കുന്നത് അത് അതേപോലെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഫയലിൻ്റെ ഒരു പേരാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഫയലിനകത്തുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അഥവാ നിങ്ങളുടെ ടെർമിനൽ വിൻഡോയിലേക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ ഞാൻ ആ ഒരു ഇൻപുട്ട് കൊടുത്തിട്ട് അത് വീണ്ടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ടിൽ നിന്ന് വീണ്ടും ഇൻപുട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്ത് എൻ്റർ ചെയ്ത് ചുമ്മാ കളിക്കാൻ പറ്റും. അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡാറ്റ സ്ട്രീമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ Ctrl+C അടിക്കുക. അപ്പോൾ അത് എക്സിറ്റായി നിങ്ങളുടെ ടെർമിനൽ വിൻഡോ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാൽ എന്ന് പറയുന്ന കമാൻഡ് ഞാൻ 1 സ്പേസ് 2025 എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ ഈ 1 സ്പേസ് 2025 എന്ന് പറയുന്ന ഇൻപുട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇൻപുട്ട് സ്ട്രീം എന്താണ്, ആ ഒരു ഫയലാണല്ലേ. എനിക്ക് വേണമെങ്കിൽ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കമാൻഡിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഈ കമാൻഡിൻ്റെ ഇൻപുട്ട് സ്വീകരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കമാൻഡ് നിങ്ങൾക്ക് ടൈ ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഈ ടെർമിനലിനെ പവർഫുൾ ആക്കുന്നത്. ആ ഒരു കൺസെപ്റ്റാണ്. അതായത് കമാൻഡിനെ ടൈ ചെയ്ത്, അതായത് കമാൻഡിനെ പൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ശരിക്കും റിയൽ വർക്കിംഗ് എൻവയറമെൻറ്റിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കമാൻഡിൻ്റെ IO സ്ട്രീംസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കൺസെപ്റ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇമെയിലിലേക്ക് അയയ്ക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.